SKN40 കേരള യാത്ര കാസർഗോഡ് അമ്പലത്തറയിൽ എത്തിയിട്ടുണ്ട്. അവിടെ സ്നേഹവീട്ടിൽ സന്ദർശനമാണ്. തത്സമയ ദൃശ്യങ്ങൾ. അമ്മമാർക്കുണ്ടാവുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തതാണ്. അപ്പം അങ്ങനെ വാടക വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ കെട്ടിടം പിന്നീട് ഇങ്ങനെയുള്ളൊരു വലിയ ഒരു സ്നേഹവീടായിട്ട് മാറുന്നത് നെഹ്റു കോളേജിലെ ഞങ്ങളുടെ സാഹിത്യവേദിയുടെ ഒരു ഭവന പദ്ധതിയുടെ തുടക്കത്തിൽ പിന്നീട് 8ാമത്തെ വീടായിട്ടാണ് ഈ ഒരു വലിയ പദ്ധതി നാട്ടുകാരുടെയും മറ്റു മനുഷ്യസ്നേഹികളുടെയും ഒക്കെ വലിയ ഒരു സഹകരണത്തോടു കൂടിയിട്ട് ഇവിടെ സാധ്യമാകുന്നത്. അടിയന്തരമായി സർക്കാർ ഏടുകൾ വേണം അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ മുനീസ് എവിടെയുണ്ട്, അമ്പലത്തറ കൃഷ്ണേട്ടനുണ്ട്. ഇപ്പൊ വളരെ മുനീസ പറയും എന്നാണ് മുനീസയാണ് ഈ സ്ഥാപനത്തിൽ അഡ്മിഷൻ അല്ലേ? മുനീസ എനിക്ക് കുറച്ച് പ്രേക്ഷകർക്കൊക്കെ പരിചയമുണ്ട് അല്ലേ? മുനീസ ഈ സ്ഥാപനം തുടങ്ങിയതൊക്കെ ഇതിപ്പോ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക പ്രേക്ഷകർ. സ്ഥാപനം തുടങ്ങിയത് 2014 ഡിസംബർ 8-ാം തീയതി വാടക ക്വാർട്ടേഴ്സിലാണ്. അന്ന് ഞങ്ങൾ 3 കുട്ടികളെ വെച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് കേവലം ഒരു പകൽ പരിചരണ കേന്ദ്രം എന്ന് മാത്രമായിരുന്നു. തണൽവട എല്ലാം കൂടെ എത്ര കുട്ടികളുണ്ട്? ഇപ്പൊ ഞങ്ങൾക്ക് 100ഓളം കുട്ടികൾക്ക് നമുക്ക് എല്ലാം എൻഡോസൾഫാൻ വിക്ടിംസ് ആണ് അല്ലേ? എൻഡോസൾഫാൻ ലിസ്റ്റിൽ പെട്ടവരും അല്ലാത്തവരുമായിട്ടുള്ള കുട്ടികളുണ്ട്. ഇപ്പൊ ആക്സിഡന്റ് കേസ് ഉണ്ട്. ഈ കാസർഗോഡ് എല്ലാം കൂടെ എൻഡോസൾഫാന്റെ എത്ര വിക്ടിംസ് ഉണ്ട്? സർക്കാരിന്റെ കണക്കിൽ 6728 പേരാണ്. പക്ഷെ ഇപ്പോഴും ഒരുപാട് പേര് പുറത്തുണ്ട്. പുതിയ അതിനുശേഷം 2017 ശേഷം ഒരു ക്യാമ്പ് നടന്നിട്ടില്ല. അപ്പൊ സർക്കാർ ക്യാമ്പ് നടത്തിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. 17 ശേഷം ഒരു ക്യാമ്പ് നടന്നിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പോഴും ഒരുപാട് കുട്ടികൾ ലിസ്റ്റിന് പുറത്തുണ്ട്. ധനസഹായത്തിന്റെ കാര്യം എങ്ങനെയാണ്? സർക്കാർ എങ്ങനെയൊക്കെ ഇടപെടണമെന്നാണ് പറയാനുള്ളത്? ധനസഹായം എന്ന് പറയുന്നത് ഇപ്പം ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒട്ടുമിക്ക ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു ആശുപത്രി സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് മംഗലാപുരം, അതുപോലെ തന്നെ പരിയാരം, കണ്ണൂർ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് ശ്രീചിത്ര, RCC അങ്ങനെയൊക്കെ പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇല്ല, കാസർഗോഡ് ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടിട്ട് 2013 തറക്കല്ലിട്ടതാണ്. 2 സർക്കാർ മാറി മാറി അധികാരത്തിൽ വന്നിട്ട് ഇതുവരെ ആ മെഡിക്കൽ കോളേജിന്റെ ആശുപത്രി പൊളിച്ചുകൊണ്ട് മാത്രമായിട്ട് ഇപ്പോഴും അതിന്റെ പ്രാഥമികമായ നിലയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ എൻഡോസൾഫാൻ ദുരിതബാധിതരോട് മാറി മാറി വരുന്ന സർക്കാർ വേണ്ട പരിഗണന കാണിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ചികിത്സ കിട്ടാതെ എത്രയോ കുട്ടികൾ മരിച്ചു പോകുന്നുണ്ട്. വിദഗ്ധ ചികിത്സ കിട്ടാത്തത് കൊണ്ട് മാത്രം മരിച്ചു പോകുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. അല്ല യഥാർത്ഥത്തിൽ ഈ കുട്ടികളെല്ലാം അവര് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുകയാണ്. വലിയാടാണല്ലോ അവരൊക്കെ. അപ്പൊ ഇതില് ഈ കുട്ടികൾക്ക് ഈ എൻഡോസൾഫാന്റെ സ്വാധീനം കൊണ്ട് ഉള്ള ഈ അസുഖങ്ങൾ കുറയുകയാണോ കൂടുകയാണോ? അല്ല, 20-25 കൊല്ലമായിട്ട് എൻഡോസൾഫാൻ തളിക്കുന്നത് നിർത്തിയതിന് ശേഷം കാലക്രമേണ എൻഡോസൾഫാൻ വിക്ടിംസ് കുറയുന്നുണ്ട്. ഇപ്പൊ ഒറ്റപ്പെട്ട കുട്ടികളെ ജനിക്കുന്നുള്ളൂ. പക്ഷേ 2001 നിർത്തി. പക്ഷേ ഇപ്പോഴും അതിന്റെ എഫക്റ്റ് തുടരുന്നുണ്ട്. പക്ഷെ കുട്ടികളുടെ എണ്ണം കുറവാണ്, പുതിയ കുട്ടികളുടെ എണ്ണം കുറവാണ്. ഈ മറ്റുള്ള കുട്ടികളൊക്കെ എവിടെയാ? ഇപ്പൊ ഇവിടെ 120 അങ്ങനെ കുട്ടികളല്ലേ ഉള്ളൂ. 11 പഞ്ചായത്തിലും ബഡ്സ് സ്കൂളുകളുണ്ട്, അതിന് പുറത്തും ബഡ്സ് സ്കൂളുകളുണ്ട്. ബഡ്സ് സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികളുണ്ട്. ധാരാളം കുട്ടികൾ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരൊന്നും ലിസ്റ്റിൽ പെടാതെ യാതൊരു ചികിത്സാ സൗകര്യങ്ങളും ലഭിക്കാതെ പോയ കുട്ടികളും അതിൻ്റെ അകത്തുണ്ട്. അവർക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്നുള്ള വലിയൊരു വേദനിപ്പിക്കുന്ന സത്യം കൂടി. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, 2015 ശേഷം ഇവിടെ ക്യാമ്പ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞത് പലതവണ 2017 ശേഷം അപ്പൊ പലതവണ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യം കൂടിയാണ് ക്യാമ്പ് വേണം. എന്നിട്ട് ഒരു അനുകൂലമായിട്ടുള്ള വെച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം 2011 ശേഷം ജനിക്കുന്ന കുട്ടികൾ പെടില്ല. അതുപോലെ തന്നെ 11 പഞ്ചായത്തുകൾക്ക് അപ്പുറത്തുള്ളവർ പെടില്ല. നമ്മളത് വളരെ ശക്തമായി അതിനെ എതിർത്തിരുന്നു. കാരണം ഇത് തളിക്കുമ്പോൾ, ആകാശത്തോട് തളിക്കുമ്പോൾ അതിർത്തികൾ പങ്കിട്ടുകൊണ്ടല്ല തളിച്ചത്. 11 പഞ്ചായത്തിന് അപ്പുറത്തേക്ക് ഇത് കടന്നിട്ടുണ്ട്. ആദ്യം തിരഞ്ഞെടുക്കുമ്പോൾ 27 പഞ്ചായത്തുകളും 3 നഗരസഭകളും ഉണ്ടായിരുന്നു. പിന്നീട് ഇത് എന്താ പറയേണ്ടത്, ഇത് പൊളിച്ചെടുക്കാനുള്ള, കാരണം എൻഡോസൾഫാൻ ദുരിതമേ നടന്നിട്ടില്ല എന്നിടത്തേക്ക് മാറ്റാനാണ് ഇപ്പം പല ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തവണ ഇപ്പൊ സർക്കാരിന് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല. കാരണം 2017 DYFI കൊടുത്തൊരു സുപ്രീം കോടതി വിധിയുണ്ട്, നേടിയിട്ടുണ്ട്. ആ വിധിയിൽ പറയുന്നത് ഇവർക്ക് സാമ്പത്തിക സഹായങ്ങൾ കേരള സർക്കാർ കൊടുക്കണം. പക്ഷെ അത് മുഴുവൻ
കമ്പനിയോട് വാങ്ങാം. 2017 വിധി വന്നത്. 2025 ആകുമ്പോഴും കമ്പനി പ്രതികരിച്ചിട്ടില്ലല്ലോ. SKN40 കേരള യാത്ര കാസർഗോഡ് ജില്ലയിലെ പര്യടനം തുടരുകയാണ്. അമ്പലത്തറയിൽ സ്നേഹവീട് എന്ന ആ സങ്കേതത്തിലാണ് എത്തിയിരിക്കുന്നത്. അംബികാസുധൻ മാങ്ങാട് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുഞ്ഞുങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന അവരുടെ പുനരധിവാസമൊക്കെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ചില പദ്ധതി പ്രദേശങ്ങൾ കൂടിയാണ്. അവിടെയാണ് SKN40 എത്തിയിരിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ, അവിടെ ക്യാമ്പ് നടക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ, സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട വിഷയങ്ങളൊക്കെയാണ് അംബികാസുധൻ മാങ്ങാടും അമ്പലത്തറ കുഞ്ഞികൃഷ്ണ മാഷും ഒക്കെ സൂചിപ്പിക്കുന്നത്.